ഇമ്പോർട്ടല്ല. നമ്മൾ ഈ ഡാറ്റ അപ്ഡേറ്റ് ഇൻകംപ്ലീറ്റ് ഉള്ളവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് 2025-26 എടുക്കുക. അപ്പോൾ അതിനകത്ത് ഇത്രയും ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് അത് കുറേ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 12th സ്റ്റാൻഡേർഡിൻ്റെ അവരുടെ സെക്ഷനിലോട്ട് പോവുക. അപ്പോൾ അവരുടെ സെക്ഷൻ എന്ന് പറയുന്നത് E2 ആണെങ്കിൽ E2ൽ പോവുക. എന്നിട്ട് ഏത് കുട്ടിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുട്ടി ആഷിഖ് എമ്മന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇത് മൂന്നും പച്ചയായിരിക്കണം. അത്രയേ ഉള്ളൂ നമുക്കുള്ളൂ. ഈ മൂന്ന് സാധനം പച്ചയായി കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ആദ്യം GP എന്ന് പറഞ്ഞ സാധനം എടുക്കുക. GP എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് കാര്യമായിട്ട് കംപ്ലീറ്റ് ഒന്നും ചെയ്യാനില്ല. ഓൾട്ടർനേറ്റ് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് നമ്പർ ആഡ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീഷൻ സക്സസ്ഫുള്ളാണ്. എന്തെങ്കിലും അതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷമാണ് സേവ് കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റിലോട്ട് പോകുന്നു. ഇപ്പോൾ അത് പച്ചയായിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ ചുവപ്പായിരുന്നല്ലോ വന്നത്. എന്നിട്ട് ഈ അഡ്മിഷൻ നമ്പറൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. പിന്നെ മറ്റ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏതാണ് മെയിനായിട്ട് ഉള്ളത്, റോൾ നമ്പർ പോട്ടെ. പിന്നെ ചേർക്കാനുള്ളത് ഇതിനകത്ത് സബ്ജക്ട്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ അക്കൗണ്ടൻസി, കൊമേഴ്സ് കുട്ടിയുടെ അക്കൗണ്ടൻസി, പിന്നെ താഴോട്ട് പോവുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്, പിന്നെ ബിസിനസ് സ്റ്റഡീസാണ് അല്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് സെലക്ട് ചെയ്യുക. ബിസിനസ് സ്റ്റഡീസ്. പിന്നെ അതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് ആ കുട്ടി എക്കണോമിക്സും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സബ്ജക്റ്റ് ഗ്രൂപ്പായി. പിന്നെ വേറെ അങ്ങനെ മാറ്റാനൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സേവ് കൊടുക്കുന്നത് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടാണ് കുട്ടിയെ പ്രോഗ്രസ് ചെയ്തത്. സേവ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ അതും പച്ചയായിട്ടുണ്ട്, രണ്ടാമത്തതും പച്ചയായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെയാണ് കുറച്ച് ഡാറ്റ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വെദർ ഫെസിലിറ്റി പ്രൊവൈഡ് ഫോർ ദി സ്റ്റുഡൻറ്റ് ഫോർ ഫില്ലിംഗ് ഡാറ്റ യെസ് നോ എന്ന് മറ്റും കൊടുക്കുക. നോ എന്ന് കൊടുത്താൽ മതി. പിന്നെ ഡസ്റ്റ് സ്റ്റുഡൻറ്റ് അപ്പിയർ ഇൻ സ്റ്റേറ്റ് ലെവൽ, ഇതിൽ കുറച്ച് ഡാറ്റാസ് കൊടുക്കാനുണ്ട്. ഇതിന് മെയിനായിട്ട് കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും കൊടുക്കാനുണ്ട്. ഇത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റ് ഞാൻ തൽക്കാലം ഈ കുട്ടിയുടെ ഹൈറ്റ് ഇതൊരു ആൺകുട്ടിയാണ്. അപ്പോൾ ഞാനൊരു 365 കൊടുക്കണം. ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടിയുടെ ഹൈറ്റ് ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ച് കൊടുക്കുക. വെയിറ്റ് ഈ കുട്ടിക്ക് ഒരു 60 കിലോ എന്ന് ഞാൻ കൊടുത്തു. വേണമെങ്കിൽ മാറ്റിക്കോ, ഇതിനകത്ത് കയറി മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്ത് ഇത് തൽക്കാലം ഞാൻ സേവ് കൊടുക്കാൻ നോക്കുമ്പോൾ വീണ്ടും കുറച്ച് കാര്യം റിക്വയർഡ് എന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ റിക്വയർഡാണ്. അതായത് വെദർ സ്റ്റുഡൻറ്റ് ഹാസ് ബീൻ SLD ഉള്ള കുട്ടിയാണെങ്കിൽ യെസ് കൊടുക്കുക, നോ കൊടുക്കുക. ഈ കുട്ടി SLD ഇല്ലാത്ത കുട്ടിയാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. പിന്നെ ഓട്ടിസം മറ്റും ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. അപ്പോൾ നോ കൊടുത്തു. ADHD ഇല്ല. ഗിഫ്റ്റഡ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇനി ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഈ കുട്ടിയെ ഒന്നുകൂടി സേവ് കൊടുക്കുന്നു. അപ്പോൾ വേറെ എന്തോ കൂടി കൊടുക്കാനുണ്ട്. സ്റ്റേറ്റ് ലെവൽ ഒളിമ്പിയാഡ് അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. പാർട്ടിസിപ്പേറ്റ് NCC NSS സ്കൗട്ട്, അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. വേറെ സ്റ്റുഡൻറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ഡിജിറ്റൽ ഡിവൈസ്, അപ്പോൾ ഞാൻ യെസ് കൊടുത്തു. എല്ലാ കുട്ടികളും മിക്കവാറും യെസ് ആയിരിക്കും. എന്നിട്ട് ഞാനൊന്നും കൂടി ഇവിടെ സേവ് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ കുട്ടിയുടേത് ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റിൽ പോകുന്നു. അപ്പോൾ എല്ലാം കൂടിയുള്ളത് ലിസ്റ്റാക്കുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആണ്. ഈ ഡാറ്റ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മൾ ബാക്ക് ടു സ്കൂൾ ഡാഷ്ബോർഡിൽ പോകുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്ക് E2ൽ ഈ കുട്ടിയെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഇനി E2 ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് കാണും. അപ്പോൾ ഇവിടെ ഇൻ പ്രോഗ്രസ് എന്നാണ് കിടക്കുന്നത്. ഇൻ പ്രോഗ്രസ് കിടക്കാൻ പാടില്ല, കംപ്ലീറ്റ് ആണ് വേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊടുത്തതിനകത്ത് കംപ്ലീറ്റ് ഡാറ്റ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ
കംപ്ലീറ്റ് എന്നുള്ളത് കൊടുക്കുക. കംപ്ലീറ്റ് ഡാറ്റ. ഈ കംപ്ലീറ്റ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റുഡൻറ്റ്, അടുത്ത സ്റ്റുഡൻറ്റ് പോകണമെങ്കിൽ യെസ് കൊടുക്കുക. നോ, നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ തൽക്കാലം പോകുന്നില്ല, ഓക്കെ കൊടുത്തു. എന്നിട്ട് ബാക്ക് ടു സ്കൂൾ ഡാഷ്ബോർഡിൽ പോയിട്ട് ഞാൻ വീണ്ടും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണ്. ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെ കംപ്ലീറ്റഡ് എന്ന് ഇവിടെ കാണിക്കും. ഈ കംപ്ലീറ്റഡ് ആവുന്നവരെ നമ്മൾ അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ GP എടുക്കുക, അത് സേവ് കൊടുക്കുക, EP സേവ് കൊടുക്കുക, പിന്നെ FPയും സേവ് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു പോയി കഴിഞ്ഞാൽ അത് അവിടെ കംപ്ലീറ്റ് എന്നുള്ളത് കൂടി കൊടുക്കുക. അങ്ങനെ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 പച്ചയാവും, ഇവിടെ കംപ്ലീറ്റഡ് വരും. അത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. അതിൽ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റും വെയ്റ്റും നിങ്ങൾ കണ്ടുപിടിച്ച് ആദ്യം തന്നെ കുട്ടികളുടെ അടുത്ത് ഒരു പേപ്പറിലോ മറ്റോ എഴുതി വാങ്ങിക്കുക. അതിനുശേഷം കുട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കുട്ടി SLD ഉള്ള കുട്ടിയാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗിഫ്റ്റഡ് ടാലൻറ്റഡ് ആണോ. അപ്പോൾ അങ്ങനത്തെ കുട്ടിയാണെങ്കിൽ മാത്രം അത് യെസ് കൊടുക്കുക. ഓക്കെ.